വെൽക്കം ടു ബയോളജി ട്യൂട്ടർ. ബയോളജി ട്യൂട്ടറിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ഫുഡ് പ്രിസർവേഷൻ. അതിൻ്റെ കണ്ടിന്യൂഷനാണ്. അതിൽ ഫെർമെൻറ്റേഷനാണ്. ഫെർമെൻറ്റേഷൻ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കിണ്വനം എന്ന് പറയും. ഫെർമെൻറ്റേഷൻ വഴി എന്ത് ചെയ്യാൻ പറ്റും? ഫുഡ് പ്രിസർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫെർമെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് ഫെർമെൻറ്റേഷൻ? ദ ടേം ഫെർമെൻറ്റേഷൻ മീൻസ് the breakdown of carbohydrate material by microorganisms or enzymes under anaerobic conditions. In common usage, the term fermentation refers to both the anaerobic and aerobic breakdowns of carbohydrates and carbohydrate-like materials. That is the fermentation. Fermentation is breakdown of carbohydrate material using microorganisms or using enzymes. Fermentation എന്ന് പറയുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്സ് വേണമെങ്കിൽ ആ ടോപ്പിക്സ് നമുക്ക് കവർ ചെയ്യാം. ഏതാണ് ടോപ്പിക്സ് വേണ്ടതെന്നുള്ള കമൻറ്റ് ചെയ്യുക. ഞാൻ അടുത്ത ക്ലാസ്സുകളിൽ പ്രയോറിറ്റി ബേസിൽ തന്നെ MCQസും തിയറിയും അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കണ്ടിന്യൂ ചെയ്ത് ഓരോരോ ക്ലാസ്സുകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. കമൻറ്റ് ചെയ്യുക. എന്താ വേണ്ടത് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. ഏത് ടോപ്പിക്കാണ് വേണ്ടത് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. Fermented foods produced or preserved by the action of microorganisms. ഇവിടെ എന്താണ്? Microorganisms plays crucial role over here. The science of fermentation is known as zymology. മലയാളത്തിൽ എന്താ പറയുക? കിണ്വനം എന്ന് പറയും. കിണ്വനം. For millennia, humans have taken advantage of fermentations of microbes perform. Over the years, we have learned to control and optimize these fermentations through trial and error. അതുപോലെ തന്നെ ഫെർമെൻറ്റേഷനിൽ ഒരുപാട് അഡ്വാൻറ്റേജ് നമ്മൾ ഇതാക്കിയിട്ടുണ്ട്. ഒരുപാട് പ്രൊഡക്ട്സ് ഫെർമെൻറ്റേഷൻ വഴി നമുക്ക് കിട്ടുന്നുണ്ട്. ആൻറ്റിബയോട്ടിക്സ്, അതുപോലെ തന്നെ എത്തനോൾ പ്രൊഡക്ഷൻ, അങ്ങനെ ഒരുപാട് ബ്രെഡ്, അതുപോലെ തന്നെ ചീസ്, യോഗട്ട്, ഇതൊക്കെ ഫെർമെൻറ്റഡ് ഫുഡ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ്. അത്തരം കാര്യങ്ങൾ നമുക്ക് അടുത്ത വരുന്ന സ്ലൈഡുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ബ്രെഡ് എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്? പ്രോഡക്റ്റ് ഓഫ് ഫെർമെൻറ്റേഷൻ ഓഫ് ഷുഗർ ടു കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ആൽക്കഹോൾ. അതായത് ഈസ്റ്റ് സാക്കറോമൈസസ് സെർവീസിയെ ആക്ട് അപ്പോൺ ഷുഗറിനെ എന്ത് ചെയ്യും? അതിനെ കൺവേർട്ട് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡും ആൽക്കഹോളായിട്ട് മാറ്റും. അതിൽ തന്നെ ബേക്കേഴ്സ് ഫസ്റ്റ് കമ്പൈൻസ് ഫ്ലോർ, ഷുഗർ, മിൽക്ക് ആൻഡ് അതർ ഇൻഗ്രീഡിയൻസ് വിത്ത് മൈക്രോ ഓർഗാനിസം യൂഷ്വലി സാക്കറോമൈസ് സർവീസ്. അതായത് ഈസ്റ്റ് ആഡ് ചെയ്യും. എന്ത് ചെയ്യും? അത് ഇൻക്യുബേഷൻ ടെമ്പറേച്ചർ ഇൻക്യുബേറ്റഡ് 27 ഡിഗ്രി സെൽഷ്യസ് ഫോർ ഫ്യൂ അവേഴ്സ്. അതായത് ഓരോ ബ്രെഡിന്റെ മെക്കാനിസം ഒരു പ്രത്യേക ഇതുണ്ടാവും. ഓരോ ടെക്സ്ചറൊക്കെ അനുസരിച്ച് ഓരോ കമ്പനി അനുസരിച്ച് ചെയ്യും. ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. എന്നാലും 27 ഡിഗ്രി സെൽഷ്യസ് ഫ്യൂ അവേഴ്സ് വെക്കുമ്പോൾ എന്തുണ്ടാവും? അതിൽ ഫെർമെൻറ്റേഷൻ നടക്കും. ഈസ്റ്റ് എന്ത് ചെയ്യും? ഇറ്റ് കൺവേർട്ട് ഷുഗർ പ്രസന്റ് ടു എന്തുണ്ടാവും? ഷുഗർ പ്രസന്റ്, അതായത് ഷുഗറിനെ കൺവേർട്ട് ചെയ്ത് എത്തനോൾ കാർബൺ ഡൈ ഓക്സൈഡ് മാറ്റും. മോസ്റ്റ് ഇൻക്യുബേഷൻസ് ആർ ഫോർ ലെസ് ദാൻ 4 hours, നോട്ട് ലീവിങ് ഇനഫ് ടൈം ഫോർ ദ ഈസ്റ്റ് ടു ഇൻക്രീസ് ഇൻ നമ്പർ. അതായത് ഈസ്റ്റ് ഒരുപാട് മൾട്ടിപ്ലൈ ചെയ്യാൻ സമ്മതിക്കാതെ 4 മണിക്കൂർ കൊണ്ട് ചെയ്യുന്നുള്ള ഈ ഫംഗ്ഷൻ പ്രോസസ്സ് നടക്കുന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ്, ദ കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ദ ബ്രെഡ് ടു റൈസ് ലെവൻ ആൻഡ് ബിക്കം പോറസ്. അപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് വന്നിട്ടാണ് ആ പോഴ്സ് ഉണ്ടാവുന്നത് ബ്രെഡിന്റെ. അതിന് ഐസ് എന്ന് പറയും കേട്ടോ. ആ പോഴ്സ് ഉണ്ടാവുന്നത് ഐസ് എന്ന് പറയും. ആ പോഴ്സ് ഉണ്ടാവുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പുറത്ത് വരുമ്പോഴാണ്. ദ സക്സസ് ഓഫ് ലെവനിങ് ഈസ് ഡിപ്പെൻഡ് അപ്പോൺ ദ റേറ്റ് ഓഫ് ദ ഗ്യാസ് പ്രൊഡക്ഷൻ. എത്ര ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്തു അതിനനുസരിച്ചാണ് സക്സസ്ഫുൾ ലെവനിങ് നടന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ദിസ് ക്യാൻ ബി ഇൻക്രീസ് ബൈ ആഡിങ് മോർ ഈസ്റ്റ് ഓർ മോർ ഷുഗർ ഡോപ്പ് കണ്ടീഷനേഴ്സ്. സാക്കറോമൈസസ് ഗീവ് ബെസ്റ്റ് 26 to 28 ഡിഗ്രി സെൽഷ്യസ്. അതായത് 27 ഡിഗ്രി സെൽഷ്യസിലാണ് ഒപ്റ്റിമം എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ്, യോഗട്ട് ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് ഫെർമെന്റഡ് മിൽക്ക്. ഫെർമെന്റഡ് മിൽക്കിന്റെ പ്രൊഡക്റ്റ് ആണ് യോഗട്ട്. Lactic acid bacteria major microbes in many milk-based fermented products. അതായത് lactic acid bacteria plays crucial role in most of the dairy products. These bacteria having many growth requirements, all of which can fortunately be satisfied by milk texture. ഇതിൽ ഇവിടെ എന്താ ശരിക്കും സംഭവിക്കുന്നത്? ലാക്ടോസ് ഉണ്ട്. മിൽക്കിലെ ഷുഗർ എന്നാണ് ലാക്ടോസ് ആണ്. ലാക്ടോസ് ഫെർമെന്റ് ചെയ്ത് ലാക്ടിക് ആസിഡ് ഉണ്ടാവും. അതാണ് ഇവിടെ നടക്കുന്നത്. ലാക്ടോസ് ഇൻ മിൽക്ക് ഈസ് ഫെർമെന്റഡ് ടു ലാക്ടിക് ആസിഡ്. നെക്സ്റ്റ് എന്താ ഉണ്ടാവുന്നത്? പ്രൊഡക്ഷൻ ഓഫ് യോഗട്ട് സ്റ്റാർട്ട്സ് ബൈ കണ്ടീഷനിങ് ദ മിൽക്ക് കണ്ടീഷനിങ് നടക്കും. അങ്ങനെയാണല്ലേ, മിൽക്ക് കണ്ടീഷനിങ്. ദെൻ വാട്ടർ കണ്ടന്റ് ഓഫ് മിൽക്ക് ഈസ് ഫസ്റ്റ് ലോവേർഡ് ടു 25%. ഫസ്റ്റ് എന്ത് ചെയ്യും? 25% വാട്ടർ കണ്ടന്റ് മിൽക്ക് ലോവർ ചെയ്യും. എന്ത് ചെയ്യും? അടുത്ത് വാക്വം ഇവാപറേഷൻ ആൻഡ് 5% മിൽക്ക് സോളിഡ്സ് ആർ ആഡഡ്. അത് കഴിഞ്ഞ് 5% മിൽക്ക് സോളിഡ്സ് ആഡ് ചെയ്യും. അതായത് ഫസ്റ്റ് 25% വാട്ടർ കണ്ടന്റ് ലോവർ ചെയ്യും by vacuum evaporation, then 5% of milk solids are added.
As final conditioning step, milk is heated to 86 to 93 degrees Celsius for 30 to 60 minutes. And heat is 86 to 93 degrees Celsius 30-60 minutes വെക്കും. അങ്ങനെ this causes some breakdown of എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ വെക്കുന്നത്? അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ breakdown of proteins and other molecules. പിന്നെന്ത് ചെയ്യും? It helps to kill contaminating microbes. അതുകൊണ്ട് ചെയ്യാൻ പറ്റും. പിന്നെന്ത് ചെയ്യുക? After cooling to 45 degrees Celsius, 1:1 mixture of Streptococcus, Thermophilus and Lactobacillus vulgaricus is added. ഇവിടെ ശ്രദ്ധിക്കണം, 45 degrees Celsius-ലായി കഴിഞ്ഞാൽ which among the following bacteria are used in after cooling 45 degrees Celsius in yogurt production? ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? 1:1 mixture of Streptococcus, Thermophilus and Lactobacillus bulgaricus. Fermentation is at 45 degrees Celsius until the desired degree of acidity is reached. 3 to 5. Usually it takes 3 to 5 hours. The finished product may have other ingredients added like mold inhibitors or dye may be added. Yogurt is stored 0 to 4 degrees Celsius until consumed to prevent spoilage. നമ്മൾ already discuss ചെയ്യാണ് 0 to 4 degree ആണ് മെയിൻ ആയിട്ട് നമ്മൾ എല്ലാ പ്രൊഡക്ട്സും കീപ്പ് ചെയ്യുക. ഇതാണ് യോഗർട്ട്. നെക്സ്റ്റ് ചീസ് എന്ന് പറഞ്ഞത് എല്ലാവരും നമുക്കറിയാം. ചീസ് ബ്രെഡിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ചീസ് നന്നായിട്ട് ഹീറ്റ് ചെയ്തിട്ട് നല്ല എന്ത് ചെയ്യും നമ്മൾ കഴിക്കാറുണ്ട്. ചീസ് എംബഡ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ഒരുപാട് ബർഗർ ഇതൊക്കെ കുറേ സാധനങ്ങൾ നമ്മൾ കഴിക്കാറുണ്ട്. എന്നാൽ ചീസ് എങ്ങനെയാണ് ഉണ്ടാക്കും? ചീസ് ഈസ് ഓൾസോ മിൽക്ക് ഫെർമെൻറ്റേഷൻ. ഇതൊക്കെ ഫെർമെൻറ്റഡ് പ്രൊഡക്റ്റ് ആണ്. ബട്ട് ഇറ്റ്സ് പ്രൊഡക്ഷൻ ഈസ് മോർ കോംപ്ലക്സ് ദാൻ അതർ മിൽക്ക് പ്രൊഡക്ട്സ്. ഡിഫറെൻറ്റ് ബാക്ടീരിയ കം ഇൻ ടു പ്ലേ ഇൻ പ്രൊഡക്ഷൻ. അതായത് പുതിയ ബാക്ടീരിയകൾ എന്ത് ചെയ്യും ഇതിൽ ക്രൂഷ്യൽ റോൾ ഉണ്ട്. അതിപ്പോൾ യോഗർട്ടിൽ നമ്മളിപ്പോൾ 2 ബാക്ടീരിയ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 20 classes there are despite there are being 20 classes and hundreds of variety of cheeses, the initial manufacturing process is surprisingly similar. Initial process കുറേ ഒരുപാട് വെറൈറ്റി ചീസസ് ഉണ്ടെങ്കിലും ഇനീഷ്യൽ പ്രോസസ്സ് എല്ലാവരും സെയിം ആണെന്നാണ് പറയുന്നത്. കേർഡ് ഫോർമേഷൻ, കേർഡിങ് ഓഫ് മിൽക്ക്. കേർഡ് ഫോർമേഷൻ എങ്ങനെയാണ്? മിൽക്ക് ഈസ് ഫസ്റ്റ് പാച്ചറൈസ്ഡ് ആൻഡ് ദെൻ ഫെർമെന്റഡ് ബൈ സ്റ്റാർട്ടർ കൾച്ചർ. സ്റ്റാർട്ടർ കൾച്ചർ വെച്ചിട്ട് ഫെർമെന്റ് ചെയ്യണം. ദിസ് ഈസ് യൂഷ്വലി ലാക്ടിക് ആസിഡ് ബാക്ടീരിയ എല്ലാത്തിലും യൂസ് ചെയ്യും. നമ്മൾ പറഞ്ഞു ഇത് സ്പെസിഫിക് സ്പീഷീസ്, സ്പീഷീസ് സ്പെസിഫിക് ആണ്. റെന്നറ്റ് എന്ന് പറഞ്ഞാൽ പ്രോട്ടീസ് എൻസൈം. യൂഷ്വലി കാഫ് സ്റ്റമക്ക് എന്നാണ് റെന്നറ്റ് എടുക്കുക. പ്രോട്ടീസ് എൻസൈം ആണ്. ഇറ്റ് ഷുഡ് ബി ആഡഡ് ഇൻ ടു ദ ഫെർമെന്റേഷൻ ടൈം and along with lactic acid made by the added starter caused the milk to form curds. അപ്പോൾ കേർഡ് ഫോർമേഷൻ സംഭവിക്കും റെന്നറ്റ് ടൈപ്സ് ക്യാപ്സ്യൂൾ ഇടുന്ന സമയത്ത്, റെന്നറ്റ് പ്രോട്ടീസ് എൻസൈം ആഡ് ചെയ്യുന്ന സമയത്ത്. ബേസ്ഡ് ഓൺ മോയ്സ്ചർ കണ്ടന്റ്, ടൈപ്സ് ഓഫ് ചീസ് ബേസ്ഡ് ഓൺ മോയ്സ്ചർ കണ്ടന്റ്. ഏതൊക്കെ ചീസാണ്? സോഫ്റ്റ് ചീസ് എന്ന് പറഞ്ഞാൽ 55 to 80% മോയ്സ്ചർ ഉണ്ടാവും. സെമി സോഫ്റ്റ് ചീസ് പറഞ്ഞാൽ 42 to 55% മോയ്സ്ചർ ഉണ്ടാവും. സോഫ്റ്റ് ചീസിന്റെ എക്സാമ്പിൾസ് പ്രത്യേകം പഠിച്ചു വെക്കണം. Which among the following is soft cheese? Cottage cheese, Cambridge cheese, Brie, Camembert cheese. These all are soft cheeses, and especially Camembert cheese ripened by surface growth of molds. Semi-soft, semi-hard cheese 42 to 55% moisture. It's ripened by bacteria, penicillium, etc. and consumed within. It should be consumed within 2 to 3 months. Next, hard pressed cheese 35 to 42% moisture and ripened by bacteria, mature slowly over periods of 3 to 12 months. Example, cheddar cheese, Emmental cheese are the examples for hard pressed cheese. Next, very hard cheese, 26 to 34% moisture, made from partly skimmed milk. Skimmed milk. Ripened bacteria over 1 to 2 years. Very hard cheese, shelf life. Parmesan and Romano cheese are examples for very hard cheese. അപ്പോൾ വെരി ഹാർഡ് സോഫ്റ്റ് ചീസും ഹാർഡ് പ്രസ്ഡ് ചീസും ഒക്കെ എന്ത് വേണം? മൈൻഡിൽ ഉണ്ടാവണം. അതിൻ്റെ എക്സാമ്പിൾ പഠിച്ചു വെക്കണം. നെക്സ്റ്റ്, കേർഡ് കോൺസെൻട്രേഷൻ. ആ ചീസ് ഫുള്ള് കംപ്ലീറ്റ് ആയിരുന്നില്ല. നെക്സ്റ്റ്, കേർഡ്ലിംഗ് കഴിഞ്ഞ ശേഷം കേർഡ് കോൺസെൻട്രേഷൻ. Curd concentration, depending upon the cheese being made, the curds may be concentrated in some manner. എങ്ങനെയാണ്? The goal here is to remove the appropriate amount of whey. Whey എന്ത് ചെയ്യും? Liquid left from the curd form ആ ലിക്വിഡ് എടുത്തിട്ട് കളയും. എന്നിട്ട് എന്ത് ചെയ്യും? For fresh cheeses, cottage or mozzarella, no concentration take place. Concentration ചെയ്യേണ്ട ആവശ്യമില്ല. ഏതൊക്കെ ചീസിന്? കോട്ടേജ് ചീസിനും മോസറല്ല ചീസിനും. അത് പിന്നെ അടുത്ത എന്താ സ്റ്റെപ്പ്? For soft cheeses, the curds are cut into large cubes and then ripened with a fungus or mold. സോഫ്റ്റ് ചീസസ് എന്ത് ചെയ്യും? വലിയ പോർഷനിൽ കട്ട് ചെയ്യും, ഫംഗസും മോൾഡും ഉപയോഗിച്ചിട്ട് അത് റൈപ്പൻ ചെയ്യും. ഹാർഡ് ആൻഡ് സെമി ഹാർഡ് ചീസസ് ആർ കുക്ക്ഡ് ആൻഡ് ദെൻ കട്ട് ഇൻ ടു സ്മോൾ പീസസ് ആൻഡ് റിലീസ് മോർ വേ. ഹാർഡ് ചീസസ് ചെറുതായിട്ട് കട്ട് ചെയ്യും, റൈപ്പൻ ചെയ്യുന്നതാണ്. സ്മോൾ പീസസ് ആയതിനു ശേഷം
cut ചെയ്ത് സ്മോൾ പീസ് ആക്കുന്നതാണ് പറയുന്നത്. നെക്സ്റ്റ് റൈപ്പനിങ് പ്രോസസ്. റൈപ്പനിങ് പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താ, അത് ഇമ്പോർട്ടൻറ്റ്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പ്രിപ്പയർഡ് കേർഡ് ഈസ് ദെൻ പ്രസ്ഡ് ഇൻ ടു മോൾഡ്സ് സാൾട്ടഡ് ആൻഡ് റൈപ്പൺ ഫോർ വീക്സ് ടു ഇയേഴ്സ്. അത് ഓരോന്നിനും ഓരോ മോൾഡ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നെയിം തന്നെ മാറും, ചീസിൻ്റെ പേര് തന്നെ മാറും. ദിസ് പ്രോസസ് ഇസ് ഡിഫറെൻറ്റ് ടു ഈച്ച് ചീസ്. അത് ഈ ചീസ് ദിസ് പ്രോസസ് ഇസ് ഡിഫറെൻറ്റ് ഫോർ ഈച്ച് ചീസ്. അത് എല്ലാ ചീസിനും ഡിഫറെൻറ്റ് ആണ്. അതിൻ്റെ പേരും അതിനനുസരിച്ച് മാറും. ദ ഫിനിഷ് പ്രോഡക്റ്റ് ഈസ് സോൾഡ് either as a complete mold, a wheel of cheese cut into smaller pieces, or most cheeses are stored at refrigerator temperatures. Next, types of cheese and ripening culture. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് MCQ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് എക്സാമിന്. ചെഡാർ ചീസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്റ്റാർട്ടർ കോമ്പോസിഷൻ എന്താ, ലാക്ടോകോക്കസ് ലാക്റ്റിസും സ്ട്രെപ്റ്റോകോക്കസ് ക്രിമോറിസും ഡയഅസറ്റൈൽ ലാക്റ്റിസും. അതുപോലെ തന്നെ സ്വിസ് ചീസ് എന്താണ്, പ്രൊപ്പയോണി ബാക്ടീരിയ ഷെർമാനി. അതാണ് ഗൗഡ ആൻഡ് ഡച്ച് ചീസ്, ലാക്ടോകോക്കസ് ലാക്റ്റിസ്. അതുപോലെ തന്നെ ല്യൂക്കോനോസ്റ്റക് സിട്രോവോറം. അതുപോലെ തന്നെ എല്ലാതും ഈ സ്ലൈഡിൽ നോക്കിയിട്ട് പഠിക്കുക. കാമ്പമ്പർ ചീസ്, സ്ട്രെപ്റ്റോകോക്കസ് ലാക്റ്റിസ്, പെൻസിലിയം കാമ്പമ്പർട്ടി, ഇതൊക്കെയാണ് ഇതിൻ്റെ എക്സാമ്പിൾസ്. ഇത് പഠിച്ചു വയ്ക്കുക. ഒരു പോയിന്റ് വിടാൻ പാടില്ല, എക്സാമിന് തെറ്റാൻ പാടില്ല. നെക്സ്റ്റ് പിക്ലിംഗ് ഓർ കോർണിംഗ്. നെക്സ്റ്റ് പിക്ലിംഗ് കോർണിംഗ് എത്തി നമ്മൾ. ഫെർമെന്റേഷനിൽ എടുത്ത ഫുഡ് എന്താണ് പിക്ലിംഗ് ഓർ കോർണിംഗ്? പ്രോസസ് ഓഫ് പ്രിപ്പയറിംഗ് ഫുഡ് ബൈ സോക്കിംഗ് ആൻഡ് സ്റ്റോറിംഗ് ഇറ്റ് ഇൻ ബ്രൈൻ കണ്ടെയ്നിങ് സാൾട്ട് ഓർ ആസിഡ്. സാധാരണ വിനെഗറാണ് യൂസ് ചെയ്യുക. അതുപോലെ ദ റിസൾട്ട് ഓഫ് ഫുഡ് ഈസ് കോൾഡ് പിക്കിൾ. അപ്പോൾ വിനെഗർ യൂസ് ചെയ്തിട്ട് ബ്രൈനൊക്കെ യൂസ് ചെയ്ത് ചെയ്യുന്നതിന് എന്താ പറയുക, ഫുഡ് സോക്ക് ചെയ്യുന്നതിന് സ്റ്റോർ ചെയ്യുന്നതിനാണ് എന്ത് ചെയ്യുക, അതും ഒരു സ്റ്റോറേജ് മെത്തേഡാണ്, പ്രിസർവേഷൻ മെത്തേഡാണ്. റിസൾട്ടിങ് ഫുഡ് ഈസ് കോൾഡ് പിക്കിൾ. Pickling in brine often result in anaerobic fermentation by either lactic acid bacteria or by yeast. അങ്ങനെ the food contains sufficient moisture. A pickling brine may be produced simply by adding dry salt. There are some pickling forms including sauerkraut and Korean kimchi. Salt the vegetables to draw out excess water and allow natural fermentation to create a vinegar-like solution containing lactic acid. അതുപോലെ തന്നെ അതർ പിക്കിൾസ് ആർ മെയ്ഡ് ബൈ പ്ലേസിംഗ് ദ വെജിറ്റബിൾസ് ഇൻ വിനെഗർ യൂസ് ചെയ്തിട്ട് ചെയ്യും. അൺലൈക്ക് കാനിങ് പ്രോസസ്, പിക്ലിംഗ് വിച്ച് ഇൻക്ലൂഡ് ഫെർമെന്റേഷൻ റിക്വയർസ് ദാറ്റ് ദ ഫുഡ് നോട്ട് ബി കംപ്ലീറ്റ്ലി സ്റ്റെറൈൽ ബിഫോർ ഇറ്റ് ഈസ് സീൽഡ്. അത് ശ്രദ്ധിക്കണം. കാൻഡ് ഫുഡ് കംപ്ലീറ്റ്ലി സ്റ്റെറൈൽ ആയിട്ടാണ് എന്ത് ചെയ്യുക, സ്റ്റോർ ചെയ്യുക, അത് പാക്ക് ചെയ്യുക, സീൽ ചെയ്യുക. പക്ഷെ ഇവിടെ പാർട്ട്ലി മാത്രമേ ബ്രൈനൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ടീരിയ നശിക്കുള്ളൂ. അതും കൂടി നമ്മൾ മൈൻഡിലുണ്ടാവണം. Next, the acidity of salinity of the solution, temperature of fermentation, and the exclusion of oxygen determine which organisms dominate and determines the flavor of the end product. അതായത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ മാറും, അതുപോലെ തന്നെ ഓക്സിജൻ അതിലുള്ള കുറയും, അതിനനുസരിച്ചിട്ട് അതിനുള്ള ബാക്ടീരിയൻ്റെ ഗ്രോത്ത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഈ പിക്ലിങ്ങിലെ വലിയ പ്രത്യേകത എന്താണ്, സാൾട്ട് കോൺസെൻട്രേഷൻ ആൻഡ് ദ ടെമ്പറേച്ചർ ഈസ് ലോ. അതായത് ഒരു സാധനം പാക്ക് ചെയ്യുന്ന സമയത്ത്, പിക്ലിങ്ങിന്റെ സമയത്ത് സാൾട്ട് കോൺസെൻട്രേഷനും ടെമ്പറേച്ചറും വളരെ കുറവാണെങ്കിൽ ല്യൂക്കോനോസ്റ്റോക്ക് മീസൻറോയിഡ്സ് ഡോമിനേറ്റ് ചെയ്യും. അതുപോലെ തന്നെ പ്രൊഡ്യൂസിങ് മിക്സ് ഓഫ് ആസിഡ്സ്, ആൽക്കഹോൾ ആൻഡ് അരോമ ഓഫ് കോമ്പൗണ്ട്സ്. അപ്പോൾ കുറഞ്ഞ ടെമ്പറേച്ചറിലും കുറഞ്ഞ സാൾട്ട് കോൺസെൻട്രേഷനിലും യൂക്കോനോസ്റ്റോക്ക് മീസൻറോയിഡ്സ് ഡോമിനേറ്റ് ചെയ്യുന്നത് കൊണ്ട് പ്രത്യേക തരത്തിലുള്ള അരോമ ടേസ്റ്റ് ആണ് അതിനുണ്ടാവുക. അതിന് പകരം ഇഫ് ദ ടെമ്പറേച്ചർ ആർ ഹയർ ടെമ്പറേച്ചറിലാണെങ്കിൽ എന്താ ഉണ്ടാവുക, ലാക്ടോബാസിലസ് പ്ലാന്റാരം ഡോമിനേറ്റ്സ് ആൻഡ് വിച്ച് പ്രൊഡ്യൂസസ് പ്രൈമർലി ലാക്റ്റിക് ആസിഡ്. അപ്പോൾ അതിന് ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ മെനി പിക്കിൾസ് എന്ത് ചെയ്യുക, അത് രണ്ടും കോമ്പിനേഷൻ നടത്തിയിട്ട് നല്ല ഒരു പിക്കിൾ കിട്ടാൻ വേണ്ടി എന്താ ചെയ്യുക, മെനി പിക്കിൾ സ്റ്റാർട്ട് വിത്ത് ല്യൂക്കോനോസ്റ്റോക്ക് ആൻഡ് ചേഞ്ച് ടു ലാക്ടോബാസിലസ് വിത്ത് ഹയർ ആസിഡിറ്റി. അതാണ് ചെയ്യുക. അങ്ങനെയാണ് നല്ല ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ചെയ്യുക. പിക്ലിംഗ് ബിഗാൻ ആസ് എ വേ ടു പ്രിസർവ് ഫുഡ് ഫോർ ഔട്ട് ഓഫ് സീസൺ യൂസ് ആൻഡ് ഫോർ ലോങ് ജേർണീസ് എസ്പെഷ്യലി ബൈ സീ. അതുപോലെ കടലിലൊക്കെ പോണ സമയത്ത് ഉപ്പിലിട്ടതും ബ്രൈനിൽ ഉപ്പിലിട്ടതും അതുപോലെ തന്നെ അച്ചാറ് കൊണ്ടുപോകും. അതായത് സീസണൽ കിട്ടാത്ത ഫ്രൂട്ട്സും ഇതൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വേറൊരു മെത്തേഡും കൂടിയാണ് പിക്ലിംഗ്. നെക്സ്റ്റ് സോർക്രോട്ട്. This is finely sliced white cabbage fermented by various lactic acid bacteria including Leuconostoc, Lactobacillus and Pediococcus. ഇതെന്താണ്, സോർക്രോട്ട് എന്ന് പറഞ്ഞാൽ ഫെർമെന്റഡ് ഫുഡാണ്. അത് എന്താണ്, സ്ലൈസ്ഡ് വൈറ്റ് കാബേജ് ആണ്. ഇറ്റ് ഹാസ് ഗുഡ് കീപ്പിംഗ് ക്വാളിറ്റീസ് ആൻഡ് എ ഡിസ്റ്റിങ്റ്റീവ് sour flavor that both result from lactic acid formed by bacterial fermentation. Next, soy sauce or soya sauce.
It is fermented sauce made from soybeans or roasted grain, water and salt. The sauce originated in China, is commonly used in East and Southeast Asia and appears in some Western dishes also. ഇപ്പോൾ സോസ് എന്ത് ചെയ്യുക, സോയ സോസ് ഒരു ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന culinary എല്ലാ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ സോസ് കോമൺ ആയിട്ട് മാറിയിട്ടുണ്ട്. സോയ് സോസ് ക്യാൻ ബി മെയ്ഡ് അറ്റ് ഹോം. ദ ട്രഡീഷണൽ മെത്തേഡ് റിക്വയറിംഗ് മിക്സിംഗ് ഓഫ് സ്പെഷ്യൽ koji aspergillus oryzae with that particular food source. Later on we can discuss. Next, tembe. It is made by a natural culturing and controlled fermentation process that binds soybean particles into a cake form. Tembe. It is originated from Indonesia, where it is most popular, and it is a staple source of protein in Indonesia. Tembe fermentation process and its retention of the old bean give it a higher content of protein and dietary fiber and vitamins, as well as firmer texture and stronger flavor. Next, because of its nutritional value, tembe is used worldwide by vegetarians, and some consider it to be a meat analog. Meat analog consider. Next, tembe begins with whole soya beans. എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്? സോയാബീൻസ് അല്ലെ, whole soya beans which are softened by soaking and dehulled then partly cooked. അപ്പോൾ ടെമ്പെ ഫസ്റ്റ് ഫെർമെന്റ് ചെയ്തിട്ട് ഇതിന് മുമ്പേ ഫസ്റ്റ് ഹോൾ സോയാബീൻ എടുക്കും, പിന്നെ ഈ സോഫൻ ചെയ്യും ബൈ സോക്ക് ചെയ്തിട്ട്, പിന്നെ ഡീഹൾ ചെയ്യും, പിന്നെ ഈ പാർട്ട്ലി കുക്ക് ചെയ്യും. അങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്, ടെമ്പെ ഉണ്ടാക്കുന്നത്. Specialty tempe may be made from other types of beans, wheat, or may include mixture of beans and whole grains. സ്പെഷ്യൽ ടെമ്പ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വേറെ കുറേ വീറ്റ്സും അതുപോലെ തന്നെ വേറെ ബീൻസ് ഒക്കെ യൂസ് ചെയ്യും എന്നാണ് പറഞ്ഞത്. എ മൈൽഡ് ആസിഡ് and usually vinegar may be added, and culture containing spores of fungus, Rhizopus oligosporus is then mixed in. അതായത് ഈ ബീൻസിന്റെ കൂടെ ഇവിടെയുള്ള ഒരു മൈക്രോ ഓർഗാനിസം ഇല്ലെങ്കിൽ അത് ടെമ്പയായിട്ട് മാറില്ല. ഏതാണ് ആ ഫംഗസ്? Rhizopus oligosporus. The beans are spread into a thin layer and are allowed to ferment for approximately 24 hours at temperature around 30 degrees Celsius. അങ്ങനെ 30 degree Celsius. അപ്പം എന്തുണ്ടാവും? അതിൻ്റെ മൈസീലിയ, Rhizopus oligosporus ന്റെ മൈസീലിയ, in a good tempe the beans are knit together by a meat of white mycelia. ആ മൈസീലിയ അതിൽ ഗ്രോ ചെയ്യും, Rhizopus oligosporus ന്റെ. In good tempe the beans are knit together by a mat of white mycelia. A mild ammonia smell may accompany good tempe as it ferments, but it should not be overpowering. അതായത് നല്ല ചെറിയൊരു അമോണിയ സ്മെൽ ഉണ്ടാവും, നല്ലതാണ്. അപ്പം മൈസീലിയാണ് ഈ ബീൻസിനെ കൂട്ടിപ്പിടിക്കുന്നത്. അങ്ങനെയുള്ള Rhizopus oligosporus ആണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് റോള്. ടെമ്പേൻ്റെ മെയിൻ കമ്പോണൻറ്റ് എന്താണ്? ബീനാണ്, സോയ് ബീനും പിന്നെ അതർ ബീൻസ് ഓർ വീറ്റ് ഒക്കെ അതിൽ ആഡ് ചെയ്യും. മിസോ എന്ന് പറഞ്ഞാൽ എന്താ? മിസോ എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ ജപ്പാനീസ് ഫുഡാണ്, produced by fermenting rice, barley or soya beans with salt and koji. Koji is the most typical miso formed using made with soy is known as miso. Koji. The result is a typically thick paste used in sauces and spreads to pickle vegetables or meats and mixed with soup stock and served as miso soup called miso shiru at each meal. High in protein and rich in vitamins and minerals. Miso is a typically salty, but its flavor and aroma depends on various factors in the ingredients and fermentation process. Next, kefir. എന്താണ് kefir? Kefir grains are cluster of microorganisms held together by a matrix of polysaccharides. The grains include primarily ആ ഗ്രെയിൻസിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? ലാക്ടിക് ആസിഡ് ബാക്ടീരിയ, ലാക്ടോബാസിലി, ലാക്ടോകോക്കെ, ല്യൂക്കോനോസ്റ്റോക്ക് ആൻഡ് ഈസ്റ്റ്, and include acetic acid bacteria and possibly other microorganisms. അതാണ് kefir grains. A foamy, effervescent milk product resulting from mixed lactic acid and alcoholic fermentation of milk by kefir grains. Kefir grains contains mesophilic, homofermentative and heterofermentative lactic acid Streptococcus, thermophilic, mesophilic, lactobacillus, yeast, etc. And grains are added to pasteurized milk and incubated at 18 to 20 degrees Celsius. അങ്ങനെയാണ് കെഫീർ ഉണ്ടാക്കുക. കെഫീർ ഗ്രെയിൻസ് ആഡ് ചെയ്തിട്ടാണ് കെഫീർ ഉണ്ടാക്കുക. ഗ്രെയിൻസ് ആർ ഫിൽറ്റേർഡ് ഔട്ട് ഫോർ റീയൂസ് ആൻഡ് ഫിൽട്രേറ്റ് യൂസ്ഡ് ഫോർ ഇനോക്കുലേറ്റിംഗ് മിൽക്ക് ആൻഡ് ഇൻക്യുബേഷൻ.
Cow meat is a fermented milk product from mare's milk. അതായത് പെൺകുതിരയുടെ പാലിൽ നിന്ന് എടുക്കുന്നതാണ് cow meat. Fermented food ആണ് മിൽക്കിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് fermented food ആണ് cow meat. Based on acidity and alcohol content, weak, medium and strong are there. Lactobacillus delbrueckii, species vulgaricus, Lactobacillus acidophilus, Chloromyces lactis, yeast, etc. are used for fermentation. Treatment for pulmonary TB, tuberculosis. Mild miso. Next, idli dosha batter fermentation. Idli is India's oldest, most sophisticated dish. Batter fermentation traditionally urad and rice. Urad dal and rice are soaked in for a time period and overnight it 2 times. Then these 2 times are ground together and left to ferment overnight. Temperature best temperature 86 degree Fahrenheat, 90 degree Fahrenheat. If the temperature below 86 degree Fahrenheat, it will take longer to achieve acceptable level of fermentation. So temperature is higher than 90 degree, the batter may become sour. Idli fermentation is carried out by Leuconostoc and Streptococcus faecalis. Question: the partial fermentation of MCQ നമുക്ക് discuss ചെയ്യാൻ കുറച്ച്. The partial fermentation of green tea results in the formation of kombucha. Answer the kombucha. The partial fermentation of green tea results in the formation kombucha. അതായത് partial fermentation of sugar and green tea results in the formation of kombucha. Kombucha is a product. It is slightly alcoholic with many health benefits. It is rich in beneficial probiotics which are generally safe to consume. Now examine kombucha എന്ന term കിട്ടിക്കഴിഞ്ഞാൽ എന്താ മനസ്സിലാക്കേണ്ടത്? It is a partial fermented sugar and green tea. Next, kombucha is beneficial for DASH patients, high blood pressure patients, cardiac patients, low blood pressure patients, diabetes. Kombucha is a tea which contains less amount of sugar and therefore it is beneficial for patients who are suffering from diabetes. It also improves gut health and strengthens the immune system. Which of the following is produced by fermenting soybeans? Yogurt, kombucha, miso, jiangx. Answer on the miso. Miso is produced by the fermentation of soybeans. It is rich source of vitamin B, E, K and essential minerals, and it is also improves gut health and is known to be linked to your physical and mental illness. Next, which of the following is fermented condiment? Yogurt, kombucha, miso, jiangx. And the jiangx are fermented condiments which are precursors to miso and soy sauce. They are made from meat, fish and vegetables. They were widely eaten in China before 2000 years ago. Next, kaval is made from, and the kaval is green leaves. Kaval is a food made by fermenting a paste of the crushed green leaves of plant known as kaval, Cassia obtusifolia. It helps in the prevention of many diseases. Kaval മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് just ഒന്ന് ആ question ഉൾപ്പെടുത്തിയേ ഉള്ളൂ. Kaval is made from green leaves of Cassia. Kaval എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പ്ലാന്റ്? Cassia obtusifolia. Next, where did kefir originate? America, Canada, Europe, London. എവിടെയാണ് Europe? Kefir originated in Eastern Europe and Russia. It was prepared by inoculating cow or sheep milk with kefir grains. This fermented milk, similar to yogurt, it helps in prevention and treatment of gastrointestinal diseases. Next, probiotics are used in the prevention of cardiac disease, hypertension, digestive tract diseases, lungs infection. Answer on the digestive tract diseases. Probiotics are the food products which are used in the prevention of many digestive tract diseases. അതായത് ബാക്ടീരിയോസിൻസ് പ്രൊഡ്യൂസ് ചെയ്യും ലാക്ടിക് ആസിഡ് ബാക്ടീരിയ, അത് വേറെ ബാക്ടീരിയയിലെ ഗ്രോ ചെയ്യാൻ സമ്മതിക്കില്ല. These include diseases such as diarrhea, inflammatory bowel disease, irritable bowel syndrome, constipation and colon cancer. It also helps in treating vaginal infections too. Next, sauerkraut is cauliflower, potato, cabbage, tomato. Answer the C. White cabbage. Sauerkraut is a cabbage that is finely cut and fermented by various lactic acid bacteria, and it helps in strengthening the immune system, improving the digestive system, and reduce certain risk of diseases and reduce weight of the body. Where did tempe originate? എവിടെയാണ് originate ചെയ്തത്? ഇന്തോനേഷ്യയിലാണ് tempe originate ചെയ്തത്. Tempe originated in Indonesia. It is made by a controlled fermentation process that binds soya beans into form
a form of cake. It also improves the digestive system and reduces inflammation. Next, which of the following is produced by fermentation of milk? Yogurt, socro, temperature, answer A, yogurt, milk yogurt. Yogurt is obtained by the fermentation of milk. It is made with the culture bacteria and provides huge health benefits. It provides calcium and proteins and also helps in protecting against osteoporosis and aiding digestion. Natto is produced from fermenting. The natto is soybeans. So natto is produced from the fermentation of soybeans and it is popular food in Japan which can be eaten in breakfast. And it helps in the reduction of cholesterol levels in blood pressure and also decreases the risk of heart disease. So natto എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോയാബീൻ്റെ ഫെർമെൻറ്റേഷൻ വഴി ഉണ്ടാക്കുന്നതാണ്. പോപ്പുലർ ഫുഡ്, ജപ്പാനിലെ പോപ്പുലർ ഫുഡാണ് ബ്രേക്ക്ഫാസ്റ്റിനുള്ള. പിന്നെന്താ, അത് കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും ബ്ലഡ് പ്രഷർ കുറയ്ക്കുന്നതിനും ഹാർട്ട് ഡിസീസസ് കുറയ്ക്കുന്നതിനും സഹായിക്കും. ബാസിലസ് സബ്റ്റിലിയസ് വെറൈറ്റി നെറ്റോ ആണ് അതിലെ മൈക്രോ ഓർഗാനിസം യൂസ് ചെയ്യുക ഫെർമെൻറ്റേഷൻ. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. ഈ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടുതൽ ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം.